ലോകം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ ഉത്തര കൊറിയയും ചൈനയും റഷ്യയും രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ഡോം മിസൈൽ ഷീൽഡ് എതിരെയാണ് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിക്കും മുൻപ് ട്രംപ് മോസ്കോയുമായി സംസാരിക്കണമായിരുന്നു എന്നായിരുന്നു ആദ്യം റഷ്യ പറഞ്ഞത്. പിന്നീട് റഷ്യ പറഞ്ഞത് ഇത് അമേരിക്കയുടെ പരമാധികാരത്തിൽ പെടുന്ന കാര്യമാണ്, പക്ഷേ ഇതൊരു ആണവ യുദ്ധത്തിലേക്ക്, അതായത് ബഹിരാകാശത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഉത്തര കൊറിയയും ഒപ്പം തന്നെ ചൈനയും പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അമേരിക്കയുടെ ഗോൾഡൻ ഡോം മിസൈലിനെതിരെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്ക ഇതിനുവേണ്ടി $175 ബില്യൺ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ലോകത്തെ ഏത് ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം വന്നാൽ ആയിരക്കണക്കിന് മിസൈലുകളെ ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ഈ പദ്ധതിയെക്കുറിച്ച് തന്നെ ട്രംപ് പറയുന്നത്. ഏതായാലും ചൈനയും റഷ്യയും ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ പദ്ധതി മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇപ്പോൾ ഈ പദ്ധതിക്കെതിരെയാണ് ഇപ്പോൾ ഈ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ബഹിരാകാശത്ത് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്, അത് ആണവ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നൊരു വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലോകത്തിന്റെ ഒരു സാഹചര്യം യുദ്ധസമാനമായ സാഹചര്യമാണ്. നാറ്റോ സഖ്യം ഒരു ഭാഗത്തും റഷ്യ മറുഭാഗത്തും നിന്ന് ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഈ ഗോൾഡൻ ഡോം വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നത്. ന്യൂസ് ഡെസ്ക്.